കാര്യമായ വാദപ്രതിവാദങ്ങളും പ്രവചനങ്ങളും പ്രവചനാതീതമായ തെരഞ്ഞെടുപ്പ് ഫലവും വരുവാൻ സാധ്യതകൾ ഏറെയുള്ള ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. കോൺഗ്രസ് പറയുന്നത് തരൂര് തന്നെ 4ാം തവണയും തലസ്ഥാന നഗരിയുടെ MP ആകും എന്നാണ്. എന്നാൽ 2019 വരെ NDAയുടെ ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്ന് വിജയിച്ച് പാർലമെൻറ്റിലേക്ക് പോയിട്ടില്ല. ആ ചരിത്രം 2024 തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുന്നതോടുകൂടി മാറും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥികൾ. ഇടതുപക്ഷത്താകട്ടെ അട്ടിമറി വിജയം സുനിശ്ചിതം എന്ന് തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് LDFകാർ. അതായത് പന്ന്യൻ രവീന്ദ്രൻ വിജയിക്കുമെന്ന്. ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരമെന്ന് ചില സ്ഥാനാർത്ഥികൾ പറയുമ്പോൾ അത്തരത്തിൽ യാതൊരു ത്രികോണ മത്സരവുമില്ല. ഇവിടെ മത്സരം BJPയും UDFും തമ്മിലാണെന്ന് പറയുന്നവരുമുണ്ട്. നിരവധി സ്ഥാനാർത്ഥികളായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ ഉണ്ടായിരുന്നത്. അതിൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും പന്ന്യൻ രവീന്ദ്രനും ഒക്കെ കഴിഞ്ഞാൽ കാര്യമായ രീതിയിൽ ശ്രദ്ധ നേടിയത് MP ഷൈൻലാലാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ഇരുന്ന ഷൈൻലാൽ ഒരു രാത്രി കഴിഞ്ഞ് പകലായപ്പോഴേക്കും തൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. നേരെ തലസ്ഥാന നഗരിയുടെ അധിപനാകുവാനുള്ള തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകി. പല പ്രതിഷേധങ്ങളും അറിയിക്കുവാനുള്ള ഒരു തെരഞ്ഞെടുപ്പായാണ് താൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്ന് അദ്ദേഹം പല മാധ്യമങ്ങളോട് പറഞ്ഞു. ചെറുപ്പക്കാർക്ക് പരിഗണന നൽകാത്തതും കാലങ്ങളായി തന്നെ ശശി തരൂർ തലസ്ഥാന നഗരിയിൽ നിരന്തരം മത്സരിക്കുവാൻ യോഗ്യതയുള്ളവരെ പാർട്ടി കണ്ടെത്താത്തതുമൊക്കെയാണ് ഷൈൻലാലിൻ്റെ കാര്യമായ പ്രതിഷേധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഷൈൻലാൽ ഏതൊക്കെ തരത്തിലാണ് കോൺഗ്രസിനെ ബാധിക്കുക എന്ന ചോദ്യം അവിടെ കാര്യമായ രീതിയിൽ തന്നെ ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും പന്ന്യൻ രവീന്ദ്രനെ പോലെയൊക്കെയുള്ള ശക്തരായ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന തലസ്ഥാന നഗരിയിലെ ലോക്സഭാ മണ്ഡലത്തിൽ എന്തു പ്രസക്തിയാണ് ഷൈൻലാലിന് ഉള്ളത്? ചില കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ വോട്ടുകളെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ശേഷി ഷൈൻലാലിനുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനുണ്ട് എന്ന് വേണം പറയാൻ. പാർട്ടിയിൽ നിന്ന് ഭിന്നമായ ഒരു അഭിപ്രായമുള്ള ഷൈൻലാൽ പാർട്ടിക്കെതിരായി മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തലസ്ഥാന നഗരിയിലെ വോട്ടർമാരുടെ ഇടയിൽ കാര്യമായ രീതിയിൽ ഒരു ചർച്ച ഉടലെടുക്കുക തന്നെ ചെയ്യും. അത് ഒരുപക്ഷെ ശശി തരൂരിന് ലഭിക്കേണ്ട വോട്ടുകളെ മാറ്റിക്കുത്തിക്കുവാനും സ്വാധീനം ചെലുത്തുവാൻ സാധ്യതകൾ ഏറെയാണ്. മറ്റൊന്ന് ഷൈൻലാൽ ഉയർത്തുന്ന ആരോപണങ്ങളാണ്. 2009, 2014, 2019 ശശി തരൂർ തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ ലോക്സഭാ സ്ഥാനാർത്ഥി. ഇക്കുറിയെങ്കിലും ചെറുപ്പക്കാരെ പരിഗണിക്കണമെന്ന ചോദ്യം ഉയരുമ്പോൾ സ്വാഭാവികമായും കന്നി വോട്ടർമാരുടെ ഇടയിലും ചെറുപ്പക്കാരായ വോട്ടർമാരുടെ ഇടയിലും ഷൈൻലാലിനോട് ഒരു അടുപ്പം തോന്നുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെയും കുറേ വോട്ടുകൾ മാറിയേക്കാം. എങ്കിലും ഇതിനൊക്കെ അപ്പുറത്തേക്ക് തലസ്ഥാന നഗരി ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ പോകുന്നത് ശശി തരൂരിനെ തന്നെയായിരിക്കുമെന്ന് മാധ്യമങ്ങളും ചിലരും ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതായത് ത്രികോണ മത്സരമാണോ അല്ല BJPയും UDFും തമ്മിലാണോ മത്സരം എന്നുള്ളതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ തലസ്ഥാന നഗരിയുടെ അധിപനാകുവാൻ പോകുന്നത് തരൂർ തന്നെയായിരിക്കുമെന്നാണ് കോൺഗ്രസ്സുകാരും ചില വോട്ടർമാരും പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്നാണ് പാർട്ടിക്ക് ബദലായി മത്സരിച്ച മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ഷൈൻലാൽ പറയുന്നത്. ശശി തരൂർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമാർന്ന രീതിയിൽ തോൽക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് 2019 ലഭിച്ച വോട്ട് ലഭിക്കില്ല എന്ന് തന്നെ പറയേണ്ടതായുണ്ട്. കാരണം ശശി തരൂരിൻ്റെ വ്യക്തിപ്രഭയും നായർ സമുദായത്തിൻ്റെ വോട്ടും എലൈറ്റ് ക്ലാസുകളുടെ വോട്ടുമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മേൽക്കൈയായി ഉണ്ടായിരുന്നത്. തീരദേശ മേഖലയിലെയും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളുമൊക്കെ അദ്ദേഹത്തിന് മുതൽക്കൂട്ടായിരുന്നു. നാടാർ വോട്ടുകളും തലസ്ഥാന നഗരിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയായിരുന്നു. എന്നാൽ ഇവിടങ്ങളിലെല്ലാം കാര്യമായ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും ആദ്യം പോയത് തീരദേശ മേഖലയിലേക്കായിരുന്നു. അവിടുത്തെ ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം അദ്ദേഹം ഭിന്നിപ്പിക്കുവാൻ കഴിയുന്നത്ര ശ്രമിച്ചു. ഏകദേശം അത് സാധിച്ചിട്ടുണ്ട് എന്നും വേണമെങ്കിൽ പറയാം. ഒപ്പം എലൈറ്റ് ക്ലാസുകളുടെ വോട്ടുകളും നായർ വോട്ടുകളും ഒക്കെ ഭിന്നിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. വ്യക്തിപ്രഭ മോശമല്ലാത്ത രീതിയിൽ രാജീവ് ചന്ദ്രശേഖരനുമുണ്ട്. അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ശശി തരൂരിന് അനുകൂലമായി തലസ്ഥാന നഗരിയിൽ ഉണ്ടായിരുന്ന പല മേഖലകളിലും കാര്യമായ രീതിയിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. തലസ്ഥാന നഗരിയിലെ 70% വരുന്ന നഗരമേഖലയിൽ വികസനങ്ങളുടെ ഒരു പെരുമഴ തന്നെ താൻ തീർക്കുമെന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്.
ഇനി കാര്യം നടക്കുമെന്നും ഇതാണ് കാര്യമെന്നുമുള്ള പേരിലൊക്കെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ. അത് കാര്യമായ രീതിയിലുള്ള ചാഞ്ചാട്ടം തലസ്ഥാന നഗരിയിലെ വോട്ടർമാരിൽ ഉണ്ടാക്കും എന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിക്കുന്നുമുണ്ട്. അതിനൊപ്പമാണ് ഷൈൻലാലിൻ്റെ ഈ തുറന്നു പറച്ചിലുകൾ. നാടാർ സമുദായത്തിൽപ്പെട്ട വോട്ടുകളെല്ലാം ഷൈൻലാലിന് അനുകൂലമാകുന്ന രീതിയിൽ വിധിയെഴുതുവാനുള്ള സാധ്യതകൾ ഏറെയാണ് തലസ്ഥാന നഗരിയിൽ. ഒപ്പം ചെറുപ്പക്കാരുടെ വോട്ടുകളും കന്നി വോട്ടർമാരുടെ വോട്ടുകളുമൊക്കെ ഭിന്നിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുവെങ്കിൽ അത് തിരിച്ചടിയാകുന്നത് ശശി തരൂരിന് തന്നെയാകും. രാഷ്ട്രീയ കേരളത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഏറെയുള്ള മറ്റൊരു ആരോപണം കൂടി ഷൈൻലാൽ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ശശി തരൂർ തോൽക്കണം എന്നുള്ളത് കോൺഗ്രസിലെ ചില ആളുകളുടെ കൂടി താല്പര്യമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ തികഞ്ഞ ഉദാഹരണമാണ് പാർട്ടിക്ക് ബദലായി താൻ മത്സരിച്ചിട്ടും പാർട്ടിക്കെതിരായി മത്സരിച്ചു എന്ന പേരിൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത് എന്നാണ് ഷൈൻലാൽ അതിനു പകരമായി പറയുന്ന വാദം. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പുറത്താക്കാത്തത് ഒരുപക്ഷെ പാർട്ടിക്ക് അത് ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ടാകാം. ഈ വാർത്ത കാര്യമായി പ്രചരിപ്പിച്ച് കോൺഗ്രസിന് ഒരു തിരിച്ചടി ഉണ്ടാക്കണ്ട എന്ന ഉറച്ച ബോധ്യത്തിൻ്റെ പുറത്താകാം തന്നെ പാർട്ടി വിട്ട് പുറത്താക്കാത്തത് എന്ന് കരുതാം. എന്നാൽ ഏപ്രിൽ 26-ാം തീയതി തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. ഇപ്പോഴും തനിക്കെതിരെ കോൺഗ്രസ് ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? താൻ ഉയർത്തിയ പ്രതിഷേധത്തോട് ഒത്തുചേർന്ന് നിൽക്കുന്ന നേതൃത്വമാണ് കോൺഗ്രസിലുള്ളതെന്ന്. അതായത് ഒപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ശശി തരൂരിനെതിരായി മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല ആളുകളും തന്നെ മറ്റു പലരുടെയും ഫോണുകളിൽ നിന്ന് ബന്ധപ്പെട്ടിരുന്നുവെന്ന്, കൂടാതെ സാമ്പത്തികപരമായുള്ള സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു. താൻ എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയായത് എന്ന ചോദ്യത്തിന് മറുപടി നൽകുന്നത് തലസ്ഥാന നഗരിയിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ പിന്തുണ തനിക്കുണ്ടെന്നും ശശി തരൂരിനെതിരായി താൻ മത്സരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടുവെന്നും തനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഷൈൻലാൽ പറയുകയാണ് താൻ ഒരുപക്ഷെ വിജയിക്കില്ലായിരിക്കാം, പക്ഷേ തരൂർ ദയനീയമായ രീതിയിൽ തലസ്ഥാന നഗരിയിൽ തോൽക്കുക തന്നെ ചെയ്യുമെന്ന്. നോമിനേഷൻ നൽകിയും പിൻവലിക്കുവാൻ ഏറെ ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിലെ ആരും തന്നോട് പിൻവലിക്കുവാൻ എന്ന പേരിൽ വിളിച്ചിട്ടില്ല. പിൻവലിക്കരുത് എന്ന് പറഞ്ഞ് പല നേതാക്കന്മാരും വിളിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ തുടർന്നും കോൺഗ്രസിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. പ്രത്യക്ഷമായി അല്ല, പരോക്ഷമായി. പാർട്ടിക്കെതിരെ താൻ പ്രവർത്തിച്ചത് തനിക്ക് പാർട്ടിയോടും പാർട്ടി നിർത്തിയ സ്ഥാനാർത്ഥിയോടുമുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ്. താൻ തുടർന്നും കോൺഗ്രസിൻ്റെ ഭാഗമായി പരോക്ഷമായി തന്നെ ഉണ്ടാകും എന്ന് ഷൈൻലാൽ ഉറപ്പു പറയുന്നു. അതായത് ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ പരിഗണിച്ചേക്കാമെന്ന ഒരു തോന്നലിൻ്റെ പുറത്താകാം ഇത്തരത്തിലൊരു പ്രസ്താവന ഷൈൻലാൽ പുറത്തുവിട്ടത്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലത്തിലൊന്നായ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തുടക്കം മുതലേ ശശി തരൂരിനെതിരായിരുന്നു പല ഘടകങ്ങളും. സാക്ഷാൽ നരേന്ദ്രമോദി മത്സരിച്ചാൽ പോലും തന്നെ പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ തലസ്ഥാന നഗരിയിൽ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി കാര്യം കുറച്ച് കടുപ്പത്തിലായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രകടനങ്ങളിൽ NDA ഒരുപടി മുന്നിലായിരുന്നു. താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളൊന്നും പരസ്യപ്പെടുത്തുവാൻ തന്നെ കൊണ്ട് സാധിച്ചില്ല എന്ന് ശശി തരൂർ തുറന്നു പറയുന്നു. പലയിടത്തും കോൺഗ്രസിനുള്ളിൽ വലിയ ഭിന്നിപ്പും തമ്മിലടിയും നടക്കുന്നു. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തരൂർ തലസ്ഥാന നഗരിയുടെ വികസന നായകനായി തന്നെ തുടരുമെന്നായിരുന്നു ആദ്യഘട്ടം മുതലേ എല്ലാ മാധ്യമങ്ങളും സർവേകളിലൂടെ പറഞ്ഞത്. എന്നാൽ സർവേ ഫലം ശരിയാകുമോ എന്ന് അറിയേണ്ടതായുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന NDA സ്ഥാനാർത്ഥി തരൂരിനെ മലർത്തിയടിക്കുമോ എന്നും അല്ല അട്ടിമറി വിജയത്തിലൂടെ പന്നിൻ രവീന്ദ്രൻ തലസ്ഥാന നഗരിയുടെ MP ആയി വീണ്ടും അധികാരത്തിലെത്തുമോ എന്നും കണ്ടറിയേണ്ടതായുണ്ട്. എന്തായാലും ഷൈൻലാലിൻ്റെ ഈ വെളിപ്പെടുത്തൽ കാര്യമായ രീതിയിൽ കോൺഗ്രസിനുള്ളിൽ ചർച്ചയുണ്ടാക്കും. ആ ചർച്ചയുടെ ഒടുവിൽ എന്തു തീരുമാനമാണ് കോൺഗ്രസ് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അല്ല അതിനുമപ്പുറം തരൂരിനെതിരായി ഒരു നീക്കം തലസ്ഥാന നഗരിയിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം ദേശീയ തലത്തിലും ചർച്ച ചെയ്യപ്പെട്ടേക്കാം.